മറ്റൊരു സ്റ്റോക്കാണ് ഗ്രീവ് കോസ്റ്റ്. കോട്ടൺ സെക്ടറിലെ സ്റ്റോക്ക് നല്ലൊരു മൂവിലാണ്. ഓൾറെഡി നമ്മൾ ജൂൺ 26-ന് കൊടുത്തിരുന്ന സ്റ്റോക്ക് ഓൾറെഡി 34% അടുത്തുള്ള മൂവ് നമുക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇതിലെ ലെവലുകൾ നിങ്ങൾക്ക് നോക്കി വയ്ക്കാവുന്നതാണ്. റീടെസ്റ്റ് പൂർത്തിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവലിനെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ലെവലിലേക്കുള്ള ചാൻസ് ഉണ്ട്. ഇതേ സെക്ടറിൽ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് നമുക്ക് ഫിലാടെക്സ്. ഇത് ഞാനൊരു 51 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നു. ഷോർട്ട് ടു മിഡ് ടൈമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, അത് 66 അപ്പോ നമുക്കൊരു സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫർദർ മൂവ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആൽക്കഹോൾ, ഇത് നമ്മൾ ജൂൺ 18 നമ്മൾ ഷെയർ ചെയ്ത സ്റ്റോക്കാണ്. ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിന് ശേഷം നമ്മൾ റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ട്രെൻഡ് ലൈനെ ബേസ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സ്റ്റോക്കാണ്. ഇതിൽ ഓൾറെഡി നമുക്ക് ഈ ലെവലിൽ നിന്ന് നമുക്ക് അത്യാവശ്യത്തിനുള്ള റിട്ടേൺ തന്നു കഴിഞ്ഞ് പോരാത്തതിന് ഇനിയുള്ള ലെവലുകളാണ് നമുക്ക് ഈ ചാർട്ടിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. നോക്കാം, ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഈ ലെവലൊക്കെ ബൗൺസിങ് ഏരിയ. അതുപോലെ തന്നെ ഫാളിംഗ് സ്റ്റേജിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് ടാറ്റ ടെക്. ഓക്കെ, ഇതും എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ലോങ് ടൈമിലേക്കുള്ള ഒരു വ്യൂ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 950 ആ റേഞ്ച് വരെയൊക്കെ ഞാൻ ആവറേജ് ചെയ്യാവുന്ന രീതിയിലാണ്. 900 ടു 880 ലെവൽസ് ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റീസെന്റ് ചെയ്തിട്ടുള്ള നല്ല മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പൊ അതിലൊരു ബൗൺസ് ബാക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതെന്റെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ എൻട്രി ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ ലെവലുകളും അച്ചീവ് ചെയ്തിട്ട് നിൽക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് മുക്ക പ്രോട്ടീൻ. നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് തന്നെയായിരുന്നു. ഇത് ഓൾറെഡി ഏപ്രിൽ 16 നമ്മൾ ഷെയർ ചെയ്തിരുന്നതാണ്. ഓക്കെ, അതിന്റെ സ്റ്റോപ്പ് ലോസ് 26 ആയിരുന്നു. 30 അത് നല്ലൊരു ബൗൺസ് കൊടുത്ത് അത്യാവശ്യം നല്ല ഗെയിൻ കൊടുത്തിട്ട് നിൽക്കുന്ന സ്റ്റോക്കാണ്. ഇതിന്റെ ഒരു ഏകദേശം റേഞ്ച് ഒരു 39 ലെവലിലോ മറ്റോ വീണ്ടും ഇത് കിട്ടണമെങ്കിൽ ഇതിൽ വീണ്ടും ഒരു അക്യുമുലേഷൻ സ്റ്റേജിലേക്ക് ഞാൻ വീണ്ടും റീ എൻട്രി ആവുന്നതായിരിക്കും. ഇത് ഞാൻ ഷെയർ ചെയ്ത് വരുന്ന മറ്റൊരു സ്റ്റോക്കാണ്. ഇത് അനുപം രസായൻ. അതിന്റെ ഒരു വ്യൂ നേരത്തെ നമ്മൾ ഷെയർ ചെയ്തിരുന്നതാണ്. ജൂൺ 24-ന് ഇതിന്റെ ഒരു മൂവ് ഏകദേശം ഈ റേഞ്ചിന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫർദർ വ്യൂ നോക്കാം. അതിപ്പോ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേഞ്ചിൽ നിന്ന് നല്ലൊരു മൂവ് കൊടുത്ത് ഒരു 9% ഉള്ള ഒരു മൂവ് കൊടുത്തിട്ട് നല്ലൊരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിലേക്ക് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഫർദർ മൂവ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റോക്കാണ്. 3 പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് റിട്ടേണുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ ജൂൺ 18-ന് കൊടുത്തിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് മറ്റൊരു സ്റ്റോക്കാണ്. അതാണ് ടോട്ടൽ ഗ്യാസ്. സ്റ്റോക്കിന്റെ ഫർദർ ലെവലുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 88 ലെവലിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ഒരു വ്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. നോക്കാം, 800 ലെവൽ വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് റേഞ്ച് നമുക്ക് എടുക്കുന്നുണ്ട്. താഴേക്കാണ് ലോങ് ടേം പർപ്പസിലാണെങ്കിൽ നേരത്തെ നമ്മൾ ഈ ലെവലിൽ നിന്ന് കയറി വന്നിട്ടുള്ളതാണ്. ആ ഗ്യാപ്പുള്ള പോയിന്റുകളാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതും അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്ത് വാച്ച് ലിസ്റ്റിൽ നോക്കാവുന്നത് തന്നെയാണ്. നമ്മുടെ ഈ റേഞ്ചിൽ നിന്ന് ഈ റേഞ്ചിന് അടുത്ത് വരുമ്പോൾ അവിടുന്ന് ഒരു ബൗൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇത് നമുക്ക് നല്ലൊരു ടാർഗറ്റ് കൊടുത്ത് റിട്ടേൺ വന്നിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് കൊടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു മൂവ് കൊടുത്ത് ടാർഗറ്റിന് അടുത്ത് റിവേഴ്സിൽ വന്ന് നിൽക്കുന്നതാണ്. വീണ്ടും ആ റേഞ്ചിലേക്ക് പോകും, വീണ്ടും വരണം. ഓക്കെ, നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് നമുക്ക് 470 ലെവലുകളും ഇതിന് മേലേക്കുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു സ്റ്റോക്കാണ്. പേഴ്സണലി എന്റെ വാച്ച് ലിസ്റ്റാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. ഒരു 21 സ്റ്റോക്കിന് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം വരുമ്പോഴേക്കും വീഡിയോ ലെങ്ത് ആവും, അതിന്റെ എക്സ്പ്ലനേഷൻ തരുമ്പോൾ. ഇത് നമ്മളൊരു പേപ്പർ സ്റ്റോക്കാണ്, രുചിര പെരേര പേപ്പേഴ്സ്. അത് നമുക്ക് ഈ ലെവലുകൾ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു ബ്രേക്ക്ഔട്ട് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്ത് ബ്രേക്ക്ഔട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ട്രെൻഡ് ലൈനിന് സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ലെവലിൽ നമ്മൾ ബ്രേക്ക്ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ ഈ ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള എക്സ്പെക്ട് ചെയ്യണ മൂവും നമ്മൾ
ഫർദർ ഫാൾ ആണെങ്കിൽ അടുത്ത് നമുക്ക് ഏത് ലെവൽ വരെ അക്യുമുലേറ്റ് ചെയ്യാം എന്നുള്ളത് ലോങ് ടൈം ബേസിൽ നമുക്കൊരു 108 105 റേഞ്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ അടിപൊളി സ്റ്റോക്കാണ് നമ്മുടെ മവാന ഷുഗർ. അതും അതേ ദിവസം തന്നെ നമ്മൾ ബ്രേക്ക്ഔട്ട് കൊടുത്തു പോയ സ്റ്റോക്ക് നമുക്ക് നല്ലൊരു റിട്ടേൺ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഇനിയിപ്പോ നമ്മളുടെ എക്സ്പെക്ടേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഈ സ്റ്റോക്ക് നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് കിട്ടാവുന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസിന് അടിയിൽ നിന്ന് അടുത്തുനിന്ന് നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണത്. ഇത് ടൂറിസം സെക്ടറിലെ മറ്റൊരു സ്റ്റോക്ക് തന്നെയാണ്. അത് ഓൾറെഡി നല്ല മൂവ് നമുക്ക് കൊടുത്തു. 56% മൂവ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളുടെ അതേ റേഞ്ചിൽ വന്നപ്പോൾ വീണ്ടും ബൗൺസ് ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേഞ്ച് ഈ ട്രെൻഡ് ലൈനിലേക്ക് എത്തും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ കൂടാതെ നമുക്കൊരു 160 ലെവൽ വരെയും നമുക്ക് എക്സ്പെക്ടേഷൻ ഉള്ളതാണ്. 150 ലെവൽ വരെയും ആവറേജ് ചെയ്തിട്ടോ 140 നമ്മൾ സ്റ്റോപ്പ് പ്ലേസ് ചെയ്തിട്ടോ നമുക്ക് ലോങ് ടൈമിലേക്കോ മിഡ് ടൈമിലേക്കോ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഒന്നാണ് ITDC. അതും നല്ല രീതിയിലുള്ള മൂവ് നമ്മളുള്ള ലെവലിൽ നിന്ന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സ്പെക്ടേഷൻ ഇതായിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് ഒരു ബൗൺസ് എക്സ്പെക്ട് ചെയ്തിരുന്നു. അത് കറക്റ്റ് ആ ബൗൺസിൽ നിന്ന് നല്ലൊരു മൂവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ലെവല് 960 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊട്ടൻഷ്യലാണ്. അതൊരു റീടെസ്റ്റ് 910 ലെവൽ വരെ റീടെസ്റ്റ് എടുത്ത് നല്ലൊരു 1000 കടന്ന് പോകാൻ ചാൻസ് ഉള്ള ഒരു. അപ്പോൾ ആൽക്കലൈൽ അമീൻ ഈ സ്റ്റോക്ക് ഈ ലെവലുകളെല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ ലെവലുകളിലൊക്കെ നമുക്കൊരു ബൗൺസിംഗ് പോയിന്റുകളാണ്. നല്ല റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്കാണ്.